മെറ്റനോയ മിനിസ്ട്രീസ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. റോമർക്കെഴുതിയ ലേഖനം 14-ാം അധ്യായമായിരുന്നു കഴിഞ്ഞ എപ്പിസോഡ് നമ്മൾ ചിന്തിച്ച് അത് അവസാനിപ്പിച്ചു. 15-ലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഈ 15-ാം അധ്യായം ഇനി 15-ഉം 16-ഉം 2 അധ്യായം അത് എൻഡ് ചെയ്യാണ്. ഇതിനകത്ത് പ്രധാനമായിട്ട് നമ്മൾ ഇതിൽ കാണുന്നതെല്ലാം ക്രിസ്തീയ ഐക്യത്തെക്കുറിച്ചുള്ള ചിന്തകളാണ് ഈ 15-ാം അധ്യായത്തിൽ കാണുന്നത്. ഇത് നമ്മൾ മൂന്നായിട്ടൊന്ന് ക്ലാസിഫൈ ചെയ്തെടുത്താൽ ഗീവ് പ്രയോറിറ്റി ടു യൂണിറ്റി ഓവർ പേഴ്സണൽ കംഫർട്ട്. പൗലോസ് അതിനെക്കുറിച്ച് പറയാണ്. ഐക്യതയ്ക്കുള്ള ഇമ്പോർട്ടൻസ് ആണ് ഇത് കൊടുക്കുന്നത്. നമ്മുടെ പേഴ്സണലായിട്ടുള്ള സൗഖ്യത്തിലേക്കായി ഒക്കെ പ്രധാനമായിട്ട് പ്രയോറിറ്റി യൂണിറ്റിക്ക് കൊടുക്കുന്നു എന്നുള്ളതാണ്. പിന്നെ രണ്ടാമത് വരുന്ന ഒരു ഭാഗം ക്രൈസ്റ്റ് കെയിം ടു ദ എർത്ത് ഫോർ ജ്യൂസ് ആൻഡ് ജെൻറ്റൈൽസ്. യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നത് പൗലോസിൻ്റെ ഭാഷയിൽ യഹൂദന്മാർക്ക് വേണ്ടി മാത്രമല്ല ജാതികൾക്കും കൂടിയാണ് വന്നിരിക്കുന്നത്. മൂന്നാമത് പോൾ ഈസ് ദ അപ്പോസ്റ്റൽ ടു ജെൻറ്റൈൽ. ജാതികളുടെ അപ്പോസ്റ്റലിനായിട്ട് പൗലോസിനെ വിളിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള ഒരു 3 രീതിയിലാണ് ഇതിനകത്ത് കാണുന്നത്. എന്നാൽ എൻ്റെ കണ്ടൻറ്റ് നമ്മൾ നോക്കുമ്പോൾ 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ ബിലീവേഴ്സ് ആർ ടു റിസീവ് വൺ അനദർ. വിശ്വാസികളെല്ലാം അന്യോന്യം മറ്റുള്ളവരെ അക്സെപ്റ്റ് ചെയ്യണം. അത് യൂണിറ്റിയെക്കുറിച്ചാണ്. ബിലീവേഴ്സ് ആർ റിസീവ് ടു വൺ അനദർ എന്ന് പറയുന്നത് 1 മുതൽ 13 വരെ. 14 തൊട്ട് 21 വരെയുള്ള വാക്യങ്ങളിൽ പോൾ ആസ് എ മിനിസ്റ്റർ ടു ദ ജെൻറ്റൈൽസിൻ്റെ ഒരു ശുശ്രൂഷകനായിട്ട് പൗലോസിനെ കാണുന്നു. 14 തൊട്ട് 21 വരെ. പിന്നെ 22, 23 വാക്യങ്ങളിൽ പോൾ ഡിസയർ ടു കം ടു റോമിലേക്ക് പോകാനുള്ള ഡിസയറിനെ കുറിച്ച് പൗലോസിൻ്റെ ആഗ്രഹത്തെക്കുറിച്ച് 22ഉം 21ഉം വാക്യങ്ങൾ പറയും. ആദ്യത്തെ ഭാഗത്തിൽ ബലഹീന സഹോദരനെ വഹിക്കുക എന്നുള്ളൊരു ചിന്തയാണ് ഇതിനകത്ത് വരുന്നത്. റോമർ 15-ന്റെ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളെ ഞാൻ വായിക്കും. എന്നാൽ ശക്തരായ നാം അശക്തരുടെ ബലഹീനതകളെ ചുമക്കുകയും നമ്മിൽ തന്നെ പ്രസാദിക്കാതിരിക്കുകയും വേണം. നമ്മിൽ ഓരോരുത്തരും കൂട്ടുകാരൻ്റെ നന്മയ്ക്കായിട്ട് ആത്മീയ വർധനയ്ക്ക് വേണ്ടി പ്രസാദിപ്പിക്കണം. നിന്നെ നിന്ദിക്കുന്നവരുടെ നിന്ന് എൻ്റെ മേൽ വീണു എന്ന് എഴുതിയിരിക്കുന്നത് പോലെ ക്രിസ്തുവും തന്നിൽ തന്നെ പ്രസാദിച്ചു. മുന്നെഴുതിയിരിക്കുന്നതൊക്കെയും നമ്മുടെ ഉപദേശത്തിനായിട്ട് നമുക്ക് തിരുവെഴുത്തുകളാൽ ഉളവാകുന്ന സ്ഥിരതയാലും ആശ്വാസത്താലും പ്രത്യാശ ഉണ്ടാകേണ്ടത് തന്നെ എഴുതിയിരിക്കുന്നു. എന്നാൽ നിങ്ങൾ ഐകമത്യപ്പെട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പിതാവായ ദൈവത്തെ ഏക മനസ്സോടെ ഒരു വായിനാൽ മഹത്വീകരിക്കേണ്ടതിന് സ്ഥിരതയും ആശ്വാസവും നൽകുന്ന ദൈവം നിങ്ങൾക്ക് ക്രിസ്തുയേശുവിന് അനുരൂപരായി തമ്മിൽ ഏക ചിന്തയോടെ ഇരിപ്പാൻ കൃപ നൽകുമാറാകട്ടെ. 6 വരെയുള്ള വാക്യങ്ങളാണ് വായിച്ചത്. ബലഹീന സഹോദരനെ താങ്ങുന്ന ഒരു ചിന്തയാണ് ഇതിൻ്റെ ഹെഡിങ്ങിൽ നമുക്കിടാൻ പറ്റുന്ന. ബലഹീനരായിട്ടുള്ളവരെ താങ്ങുക. 1-ാമത്തെ വാക്യത്തിൽ തന്നെ അതാണ് പറയുന്നത്. ശക്തരായ നാം അശക്തരുടെ ബലഹീനതകളെ ചുമക്കുകയും നമ്മിൽ തന്നെ പ്രസാദിക്കാതിരിക്കുകയും വേണം. ഓരോ കൂട്ടുകാരനും ഫിലിപ്പിയർക്ക് ലേഖനത്തിൽ പറയുന്നുണ്ട്, ഒരുവൻ സ്വന്തം ഗുണമല്ല മറ്റുള്ളവൻ്റെ ഗുണം കൂടി നോക്കണം. ഫിലിപ്പിയർ 2:4 തോന്നുന്നു. നാം ഓരോരുത്തരും കൂട്ടുകാരുടെ നന്മയും ആത്മീയ അഭിവൃദ്ധിയും പരിഗണിക്കണം. ഈ സെൽഫിഷ് മെൻറ്റാലിറ്റി, എൻ്റെ കാര്യം, എൻ്റെ കുടുംബത്തിൻ്റെ കാര്യം, എൻ്റെ മക്കളുടെ കാര്യം എന്നതിന് അപ്പുറമായിട്ട് അശക്തരായിരിക്കുന്നവർ എന്ന് പറഞ്ഞാൽ ശിശുക്കളായിരിക്കുന്നവർ കാര്യങ്ങൾ നേരത്തെ ദൈവവചനം നമ്മൾ ഈ പറയുന്ന പോലെ ദൈവവചനം ഒന്നും വന്ന് ആ സമയത്തില്ല, ചുരുളുകളിലാണ് ഇരിക്കുന്നത്. ഈ ചുരുളുകളിൽ എഴുതിയ ദൈവവചനം വലിയ പാടാണ്. ഇതൊക്കെ യെരുശലേം ദേവാലയത്തിലും അതുപോലെ പഴയ നിയമത്തിൻ്റെ തോറകൾ, അതാണ് പ്രധാനമായിട്ടുള്ള. മറ്റുള്ള ചുരുളുകളൊന്നും അവിടെ അന്നും അവൈലബിൾ അല്ല. ശരിക്കും പൗലോസ് എഴുതുന്ന AD 60-55 ശേഷമൊക്കെയാണല്ലോ ഇതെല്ലാം എഴുതുന്നത്. അതിന് ശേഷമാണ് ഇതൊക്കെ ആളുകളിൽ എത്തുന്നത്. അതുകൊണ്ട് ഈ സമയത്തുള്ള കർത്താവിനെ അറിഞ്ഞവരും ഒക്കെ ദൈവത്തിൻ്റെ സ്പെഷ്യൽ ഇൻ്റർവെൻഷൻ കൊണ്ടും പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം കൊണ്ടും ഒക്കെ കർത്താവിനെ അറിഞ്ഞ് അവരുടെ ടീച്ചിങ്ങും ഇവർ പഠിപ്പിക്കുന്നതൊക്കെ കേട്ട് വളരുകയാണ്. അതുകൊണ്ട് എല്ലാവരും സ്ട്രോങ് ഒന്നുമല്ല. നമ്മളീ പറയുന്ന പോലെ ഇപ്പം നമുക്കറിയാം ഓരോ സഭകളിലൊക്കെ ഭയങ്കര ടീച്ചിങ്ങും സ്ട്രോങ് ആയിട്ടുള്ള പഠിപ്പിക്കലുകളും ദൈവവചന ബൈബിൾ കോളേജുകളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. എന്നാൽ അന്ന് അതൊന്നുമില്ല.
ഈ പറയുന്ന പോലെ കാര്യങ്ങളൊന്നുമില്ല. പ്രത്യേകിച്ച് പുതിയ നിയമസഭയിൽ ഒരു മിക്സ്ഡ് ആയിട്ടുള്ളൊരു കമ്മ്യൂണിറ്റിയാണ്. യഹൂദന്മാരുണ്ട്, ജാതികളായിട്ടുള്ളവരുണ്ട്, ഇങ്ങനെയുള്ള മിക്സ്ഡ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റിയാണ്. അതിൻ്റെ ഓരോരുത്തർക്കും ഓരോ കൾച്ചറാണ്. യഹൂദന്മാരുടെ കൾച്ചറിൽ നിന്ന് എൻ്റെ ഡിഫറെൻ്റ് ആണ്. ഇങ്ങനെയുള്ള സമയത്ത് പൗലോസ് ഇങ്ങനെ പല പ്രാവശ്യം ഓരോ കത്തുകൾ വഴി ഇങ്ങനെ എഴുതി ഓരോരുത്തരെ ബലപ്പെടുത്തുകയാണ്. ബലഹീനരായിട്ടുള്ള, അശക്തരായിട്ടുള്ള അവരുടെ ബലഹീനങ്ങളെ ചുമക്കുകയും നമ്മിൽ തന്നെ പ്രസാദിക്കാതിരിക്കുകയും ചെയ്യും. ശക്തർ എന്ന് തോന്നുന്നവർ അവരിൽ തന്നെ പ്രസാദിക്കരുത്, ബലഹീനങ്ങളെ ചുമക്കണം. ഭാരം ചുമക്കുന്നതിനുള്ള ശക്തി നൽകുന്നത് സ്നേഹമാണ്, ലവ് ആണ് ഇത് നമുക്ക് തരുന്നത്. വേറൊരു ബലഹീനനെ നമ്മൾ ചുമക്കുന്നത് എങ്ങനെയാണ്? അവനുള്ള സ്നേഹം. എന്തൊരു സ്നേഹമാണ്! അവനിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമെന്നുള്ള സ്നേഹമല്ല, അവൻ്റെ ആത്മാവിനോടുള്ള സ്നേഹം. അത് മാത്രമല്ല, നമ്മിൽ പ്രസാദിക്കാതിരിക്കുക. മറ്റവൻ്റെ ഗുണം നോക്കുമ്പോഴേ നമ്മുടെ പല കാര്യങ്ങളും ഫോർഗോ ചെയ്യേണ്ടതായിട്ട് വരും. അതുകൊണ്ട് പൗലോസ് അതിൻ്റെ മാതൃകയായിരുന്നു. പൗലോസ് അത് ചെയ്യണം എന്ന് പറയുന്നു. മനുഷ്യരെ പ്രസാദിപ്പിക്കുന്ന ആത്മാവ് ദൈവം വെറുപ്പാണ്. കൂട്ടുകാരനെ പ്രസാദിക്കുക എന്ന് പറഞ്ഞാൽ കൂട്ടുകാരൻ്റെ തിന്മയോട് സന്ധി ചേരുകയല്ല, പിന്നെയോ കൂട്ടുകാരൻ്റെ ആത്മീയ അഭിവൃദ്ധിക്ക് വേണ്ടി നമ്മുടെ മുൻഗണനകൾ ബലി കഴിച്ച് നമ്മൾ സന്നദ്ധരായി ഇറങ്ങിപ്പുറപ്പെടുക. അത് വലിയൊരു പ്രയാസമാണല്ലോ പാസ്റ്ററെ എന്നൊക്കെ നിങ്ങൾ പറയും. ശരിയാണ്, പല കാര്യങ്ങളും നമ്മൾ വേറൊരാൾക്ക് വേണ്ടി നമ്മൾ നിലനിൽക്കുമ്പോൾ അത് ബലി കഴിക്കേണ്ട, പല കാര്യങ്ങളും ബലി കഴിക്കേണ്ട ആവശ്യമുണ്ട്. മുമ്പിലുള്ളതിലേക്ക് പ്രയാണം ചെയ്യുമ്പം പിൻപിലുള്ളതിനെ മറക്കണം. അതുകൊണ്ടല്ലേ കലപ്പയ്ക്ക് കൈവച്ച ശേഷം പിറകോട്ട് തിരിഞ്ഞു നോക്കരുതെന്ന് പറയുന്നത്. പൗലോസ് പറഞ്ഞതാണ്, ഞാൻ മുമ്പിലുള്ളതിന് വേണ്ടി പ്രയാസപ്പെട്ട് ആയാസപ്പെട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്, പിൻപിലുള്ളതിനെ മറന്ന്. അപ്പോൾ എൻ്റെ സഹോദരനെക്കുറിച്ച് കൺസേൺഡ് ആവുമ്പോൾ ചില കാര്യങ്ങൾ ഞാൻ മറക്കണം, ത്യജിക്കണം. അത് 2-ാം വാക്യത്തിൽ നമ്മിൽ ഓരോരുത്തൻ കൂട്ടുകാരൻ്റെ നന്മയ്ക്കായിട്ട് ആത്മീയവർദ്ധനയ്ക്ക് വേണ്ടി പ്രസാദിക്കണം. പൗലോസിനെ ഇവിടെ ശക്തന്മാരുടെ കൂട്ടത്തിലാണ് പെടുത്തിയിരിക്കുന്നത്. ഇവിടെ സെൽഫിഷ് അവരുടെ മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കണം എന്ന് പറയുന്നു. 3-ാം വാക്യത്തിൽ വരുമ്പോഴത്തേക്ക് നിന്നെ നിന്ദിക്കുന്നവരുടെ നിന്ന് എൻ്റെ മേൽ വീണു എന്ന് എഴുതിയിരിക്കുന്ന ക്രിസ്തുവും തന്നിൽ തന്നെ പ്രസാദിച്ചില്ല. ക്രിസ്തുവിനെ ഇവിടെ ഒരു ദൃഷ്ടാന്തമായി കൊണ്ടുവരികയാണ്. ക്രിസ്തു ചെയ്ത ത്യാഗം ഇവിടെ സങ്കീർത്തനം 69-9 വാക്യത്തിൽ നിന്നാണ്. മറ്റുള്ളവരുടെ നിന്ന വഹിക്കുന്ന ക്രിസ്തുവിൻ്റെ ത്യാഗം നമ്മൾ കാണുമ്പോൾ, അത് താരതമ്യപ്പെടുത്തുമ്പോൾ നമ്മൾ ചെയ്യുന്ന എത്ര ചെറുതാണ് എന്ന് പറയുന്നു. എന്തിനാണിത് ചെയ്യുന്നത്? സഭയുടെ യൂണിറ്റി അല്ലെങ്കിൽ അന്യോന്യമുള്ള ആ റിലേഷൻഷിപ്പ് ഡെവലപ്പ് ചെയ്യാനായിട്ട് ഉറപ്പിച്ചു നിർത്താനാണ് ഇത് ചെയ്യുന്നത്. 69-ാം സങ്കീർത്തനത്തിലെ ക്രിസ്തു അനുഭവിക്കേണ്ടി വന്ന നിന്നയെക്കുറിച്ച് വിവരിക്കുന്ന ഭാഗങ്ങളുണ്ട്. 68-ൻ്റെ 7, 9, 10, 19, 20. ഇതിൽ നിന്നാണ് യേശു ക്രിസ്തു ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചു എന്നൊക്കെ പറയുന്നത്. നിങ്ങളുടെ ജനത്തിൻ്റെ നിന്ന എൻ്റെ ഹൃദയത്തെ തകർത്തു. നിന്ന വഹിക്കുന്ന ഒരു കർത്താവ്, അവന് ഒന്നും പരാതിപ്പെടുകയോ ഒന്നും തിന്മ ചെയ്യുകയോ ചെയ്തില്ല എന്ന് കാണുന്നു. സങ്കീർത്തനത്തിൽ ക്രിസ്തു പിതാവിനോട് പറയുന്ന, എന്നെ നിന്ദിക്കുന്നവരുടെ നീര് എൻ്റെ മേൽ വീണു എന്ന് പറയുന്ന ഒരു ഭാഗം. ഈ നിന്ദയും അപമാനവും ക്രിസ്തുവിനെ ഒഴിവാക്കാമായിരുന്നു. എന്നാൽ പിതാവിനോടുള്ള വിശ്വസ്തതയാൽ യേശു വഹിച്ച കാര്യമാണ് ക്രൂശിലെ മരണം, ഈ ത്യാഗമായ മരണം. ശക്തനായ സഹോദരൻ സഹിക്കുന്ന ത്യാഗവും എളിയ സഹോദരൻ്റെ വേണ്ടി, നന്മയ്ക്ക് വേണ്ടി നമ്മൾ തയ്ക്കുന്ന ത്യാഗവും ഒക്കെ പൗലോസ് ഇവിടെ കമ്പയർ ചെയ്ത് എഴുതിയിരിക്കുകയാണ്. അതുകൊണ്ട് പ്രത്യേകിച്ച് ഓർക്കുക, യേശുക്രിസ്തുവിനെ ഇവിടെ കമ്പയർ ചെയ്ത് എഴുതിയിരിക്കുകയാണ്. എന്തുവാണ് എഴുതിയിരിക്കുന്നത്? യേശു ചെയ്തതിൻ്റെ അത്രയും നമ്മളാകുന്നില്ല. അതുകൊണ്ട് നമ്മളെ കൂട്ടുകാരൻ്റെ നന്മയ്ക്കായിട്ട് നമ്മൾ അവൻ്റെ ബലഹീനങ്ങളെ ചുമക്കണം എന്ന് പറയുന്നു. 4-ാം വാക്യത്തിലേക്ക് വരാം. എന്നാൽ മുൻ എഴുതിയിരിക്കുന്നതൊക്കെയും നമ്മുടെ ഉപദേശത്തിനായിട്ട് നമുക്ക് തിരുവെഴുത്തുകളാൽ ഉളവാക്കുന്ന സ്ഥിരതയാലും ആശ്വാസത്താലും പ്രത്യാശ ഉണ്ടാക്കേണ്ടതിന് എഴുതിയിരിക്കുന്നു. മുൻ എഴുതിയിരിക്കുക എന്ന് പറഞ്ഞാൽ പഴയ നിയമ തിരുവെഴുത്തുകളെ കാണിക്കുന്ന ഒന്നാണ് മുൻ എഴുതിയിരിക്കുക. 1 കൊരിന്ത്യർ 10-ാം അധ്യായത്തിൽ പഴയ നിയമത്തിൽ നിന്നുള്ള ഒരുപാട് കോട്ടിങ് എടുത്തിട്ട് പറയുന്നുണ്ട്. എന്താണ് പറയുന്നത്? സഹോദരന്മാർ, നമ്മുടെ പിതാക്കന്മാർ എല്ലാവരും മേഘത്തിന് കീഴായിരുന്നു, സമുദ്രത്തിലൂടെ കടന്നു, അവർ സ്നാനമേറ്റ് മോശയോട് ചേർന്നു,
ഒരേ ആത്മീയ പാനീയം കുടിച്ചു. എന്നാൽ അവരിൽ മിക്കവരിലും ദൈവം പ്രസാദിച്ചില്ല. അവരെ മരുഭൂമിയിൽ തള്ളിയിട്ട് കളഞ്ഞു എന്ന് പറഞ്ഞിട്ട്, കാരണം അവർ ചിലപ്പോൾ പ്രസംഗം ചെയ്തു. അവരുടെ ഹിസ്റ്ററി എല്ലാം പറയാം. എന്തിനാണിത് പറയുന്നത്? നമുക്ക് ബുദ്ധി ഉപദേശിക്കാനായിട്ട്. അല്ല, പഴയ നിയമ തിരുവെഴുത്തുകൾ ഇവിടെ തന്നിരിക്കുന്നത് നമ്മൾക്ക് വേണ്ടി ബുദ്ധി ഉപദേശിപ്പാനായിട്ട്, അതുപോലെ നമ്മളെ സ്ഥിരപ്പെടുത്താനായിട്ട്, നമുക്ക് ആശ്വാസം പകരാനായിട്ട്. മുൻ എഴുതിയിരിക്കുന്നതൊക്കെയും നമ്മുടെ ഉപദേശത്തിനായിട്ട് നമുക്ക് തിരുവെഴുത്തുകളിൽ ഉണ്ടാകുന്ന സ്ഥിരതയാലും ആശ്വാസത്താലും പ്രത്യാശ ഉണ്ടാകേണ്ടതാണ് ഇത് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. ഒന്ന് സ്ഥിരത, രണ്ട് ആശ്വാസവും. ഇത് രണ്ടും എന്തിനാണ് വരുന്നത്? നമ്മളെ പ്രത്യാശയിലേക്ക് നയിക്കേണ്ടതിനാണ് ഇത് തന്നിരിക്കുന്നത്. തിരുവെഴുത്തുകൾ നൽകുന്ന പ്രബോധനങ്ങൾ വിശ്വാസിയെ പരിശോധിച്ച്, അവൻ്റെ ഫെയ്ത്ത്, വിശ്വാസത്തെ പരിശോധിച്ച് ഉറപ്പിച്ച് നിർത്തുവാനും ഭാവി പ്രത്യാശ അവനിൽ ഉടലെടുക്കുവാനാണ്. നമുക്കറിയാം, ഈ ലോകത്തിൽ ഒരുപാട് കഷ്ടങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്. നമ്മൾ ക്രിസ്തീയമായിട്ടുള്ള ജീവിതം നയിക്കുന്നവർക്ക് ഒരുപാട് ഉപദ്രവം വരും. എന്നാൽ ഇതിൻ്റെയൊക്കെ അൾട്ടിമേറ്റായിട്ട് അവസാനം കർത്താവിലുള്ള പ്രത്യാശ, എന്നും കർത്താവിനോടൊപ്പം നമ്മളായിരിക്കാമെന്നുള്ള പ്രത്യാശയാണ് നമ്മളെ മുമ്പോട്ട് നയിക്കുന്നത്. ഇതിനു വേണ്ടിയാണ് തിരുവെഴുത്ത് നമുക്ക് തന്നിരിക്കുന്നത്, നമുക്കതിൽ കൂടി ആശ്വാസം ഉണ്ടാകാനായിട്ട്. അതുപോലെ തന്നെ നമ്മളെ സ്ഥിരമായിട്ട് ഈ ഡിഫിക്കൽട്ടീസ് അല്ലെങ്കിൽ ഈ പ്രയാസങ്ങൾ വരുമ്പോഴേ അതിൽ ഉറച്ച് നിൽക്കുവാൻ, വിശ്വാസത്തിൽ ഉറച്ച് നിൽക്കുവാൻ ഉള്ള ആശ്വാസം. ഇന്ന് ചില ആളുകൾ പഠിപ്പിക്കുന്നുണ്ട്, പുതിയ നിയമം മാത്രം മതി, പഴയ നിയമമൊക്കെ അങ്ങ് പോയി, അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ അങ്ങനെയല്ല. നമുക്ക് ഈ 66 പുസ്തകത്തിൽ നിന്നും നമുക്ക് ദൂതുകളുണ്ട്. എല്ലായിടത്തു നിന്നും ദൂതുണ്ട്. ഒരിടത്ത് ചില കോണ്ടെക്സ്റ്റുകൾ എഴുതിയിരിക്കുന്നുണ്ടാവും, അതിലും ദൂതുകളുണ്ട്. പഴയ നിയമത്തിൽ നിന്ന് എടുത്തു നോക്കിയാൽ ദൈവത്തിൻ്റെ ക്യാരക്ടർ മുഴുവൻ കാണാം. യേശുക്രിസ്തുവിനെ ഓരോ അധ്യായത്തിലും വെളിപ്പെടുത്തിയിട്ടുണ്ട്. ദൈവത്തിൻ്റെ ക്യാരക്ടർ മുഴുവൻ നമുക്ക് കാണാം. യേശുക്രിസ്തു ശിഷ്യന്മാരോട് പറഞ്ഞ ഒരു വാക്യം ലൂക്കോസിൻ്റെ സുവിശേഷം 24-ാം അധ്യായത്തിൻ്റെ 44-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. അതിങ്ങനെയാണ്, പിന്നെ അവരോട്, ഇതാകുന്നു നിങ്ങളോട് കൂടെ ഇരിക്കുമ്പോൾ ഞാൻ പറഞ്ഞ വാക്ക്, മോശയുടെ ന്യായപ്രമാണത്തിലും പ്രവാചക പുസ്തകത്തിലും സങ്കീർത്തനങ്ങളിലും എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നതൊക്കെ നിവൃത്തിയാകണം എന്നുള്ളത്. കർത്താവിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നിവൃത്തിയാകേണ്ടതിന് ഇതെല്ലാം തന്നെ നിവൃത്തിയാകണം. എമ്മോസിലേക്ക് പോകുന്ന സമയത്ത് അവരുടെ ഹൃദയത്തിൽ ദൈവം വെളിപ്പെടുത്തി, തിരുവെഴുത്തുകൾ വെളിപ്പെടുത്തി കൊടുത്തു. അവർ വെളിപ്പെടുത്തുമ്പോൾ അവരുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ കത്തിക്കൊണ്ടിരിക്കുകയായിരുന്നല്ലോ എന്ന് തമ്മിൽ പറഞ്ഞു. ദൈവം അതിൻ്റെ പഴയ നിയമത്തിൽ നിന്നുള്ള കാര്യങ്ങൾ യേശുക്രിസ്തു ആ സമയത്ത് അവരുടെ ഹൃദയങ്ങളിലേക്ക് വെളിപ്പെടുത്തുകയായിരുന്നു. ഇവിടെ പ്രമാണത്തിലെ ഓൾഡ് ടെസ്റ്റ്മെൻറ്റിലും പ്രവാചക പുസ്തകങ്ങളിലും സങ്കീർത്തനങ്ങളിലും യേശുവിനെക്കുറിച്ച് പറഞ്ഞതൊക്കെ നിവൃത്തിയാവുന്നു എന്ന് യേശു ശിഷ്യന്മാരോട് പറയുകയാണ്. പഴയ നിയമം വേണ്ട എന്നാരും ചിന്തിക്കരുത്. പഴയ നിയമം ഇന്ന് ആവശ്യമാണ്. പഴയ നിയമത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇന്ന് ആവശ്യമായിട്ടുള്ളതുണ്ട്. ഒരുപാട് കാര്യങ്ങളുണ്ട്. കാരണം ദൈവത്തിൻ്റെ ക്യാരക്ടർ മുഴുവൻ വെളിപ്പെടുന്ന അതിനകത്തുണ്ട്. ദൈവം മാറ്റമില്ലാത്ത ദൈവമാണ്. പഴയ നിയമത്തിലുള്ള ദൈവമാണ് പുതിയ നിയമത്തിലും. അതുകൊണ്ട് പഴയ നിയമം ആവശ്യമാണ്, സങ്കീർത്തനങ്ങൾ ആവശ്യമാണ്, പ്രവാചകന്മാരുടെ പുസ്തകങ്ങൾ ആവശ്യമാണ്. അന്നത് പ്രവാചക പുസ്തകമൊക്കെ ഇസ്രായേൽ മക്കൾക്ക് ഒരു പർട്ടിക്കുലർ ടൈമിലേക്ക് എഴുതിയിരിക്കുന്നുവല്ലോ. അതിനകത്ത് നിത്യതയെക്കുറിച്ചും 1000 ആണ്ട് വാഴ്ചയെക്കുറിച്ചും ജാതികളെക്കുറിച്ചും ഒക്കെയുള്ള പ്രവചനങ്ങളുണ്ട്. അതിനകത്ത് തന്നെ ഉണ്ട്. അത് പുതിയ നിയമത്തിൽ വന്ന് ചിലതൊക്കെ വെളിപ്പെട്ട് വന്നു പിന്നീടാണെന്ന് മാത്രമേ ഉള്ളൂ. പഴയ നിയമത്തിലെല്ലാം ഉണ്ട്. അതുകൊണ്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഉപദേശം, സ്ഥിരത, ആശ്വാസം, പ്രത്യാശ, ഇതെല്ലാം തന്നെ ഹൃദയത്തിലുള്ള അറിവിനെ, എൻ്റെ ഉപദേശം എന്ന് പറയുന്നത് ആ പഠനം, ഹൃദയത്തിലുള്ള അറിവിനെ സൂചിപ്പിക്കുന്നു. സ്ഥിരത എന്ന് പറയുന്ന ദൈവത്തെ അറിയുന്നവർക്കുള്ള ക്ഷമ എന്ന് വേണമെങ്കിൽ പറയാം. ദൈവത്തെ അറിയുന്നവർ അവനായി ക്ഷമയോടെ കാത്തിരിക്കും. ഈ ആശ്വാസം എന്ന് പറയുന്ന തിരുവെഴുത്തുകൾ കൂടിയുള്ള ആശ്വാസമാണ്. തിരുവെഴുത്തിലുള്ള ആശ്വാസം, നമുക്ക് ആശ്വാസം തരുന്ന തിരുവെഴുത്ത്. ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് ഏത് സമയത്ത്, ഏത് പരിതസ്ഥിതിയിലും പ്രത്യാശ നൽകുന്ന ഒന്ന്. അന്നേരം ഇതെല്ലാം അതിനകത്ത് ഉണ്ട്. ഒരു ഉപദേശത്തിൽ നമ്മുടെ പഠനം, ദൈവവചനത്തിൻ്റെ പഠനം, സ്ഥിരത, ക്ഷമ, ദൈവത്തെ അറിയുവാനായി അവനോട് കാത്തിരിക്കുക. അതുപോലെ തിരുവെഴുത്തിൽ കൂടി ആശ്വാസം, നമ്മുടെ ഭൗതിക ദുഃഖങ്ങളിലുള്ള ആശ്വാസം തിരുവെഴുത്തിൽ കൂടി നമുക്ക് കിട്ടുന്നു. പ്രത്യാശ എന്ന് പറയുന്നത്
ഏത് പരിതസ്ഥിതിയിലും നമ്മളെ ദൈവത്തിലുള്ള പ്രത്യാശ നമുക്ക് നൽകുന്നു. യോസഫ് നീതിക്ക് വേണ്ടി തടവിലാക്കപ്പെട്ടതായിട്ട് നമുക്കറിയാം. ആ സമയത്ത് അവന് ഒരു വലിയ പ്രത്യാശ ഉണ്ടായിരുന്നു. ദൈവത്തിൻ്റെ അഭിഷിക്തനായ ദാവീദ് പർവ്വതങ്ങൾ കാട്ടുകോഴിയെ പോലെ ശൗല് വേട്ടയാടപ്പെട്ട കാര്യം നമുക്കറിയാം. ഇരമ്യാവ് ചെളിക്കുഴിയിൽ എറിയപ്പെട്ട കാര്യം അറിയാം. 3 യുവാക്കന്മാർ നെബൂഖദ്നേസറിൻ്റെ തീച്ചൂളയിൽ എറിയപ്പെട്ട കാര്യം നമുക്കറിയാം. ദാനിയേൽ സിംഹക്കുഴിയിൽ അകപ്പെട്ട കാര്യം എറിയപ്പെട്ടു നമുക്കറിയാം. പുതിയ നിയമത്തിലെ യാക്കോബും സ്തെഫാനോസും ആദിമസഭയിൽ കൊല്ലപ്പെട്ട കാര്യം അറിയാം. ഈ പരിതസ്ഥിതിയിലൊക്കെ തന്നെ അവർക്ക് വലിയ പ്രത്യാശ ഉണ്ടായിരുന്നു എന്ന് കാണുന്നു. റോമർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 3-4 വാക്യങ്ങളിലെ കഷ്ടത സഹിഷ്ണുതയും സഹിഷ്ണുത സിദ്ധതയും സിദ്ധത പ്രത്യാശയെ ഉളവാക്കുന്നു എന്നറിഞ്ഞ് നാം കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു. കഷ്ടങ്ങൾ പ്രശംസിക്കുന്നു എന്ന് പറഞ്ഞൊരു എപ്പിസോഡ് തന്നെ ചെയ്തിട്ടുണ്ട്. റോമർ 5-3-4 കഷ്ടങ്ങളിൽ നമ്മളെ പ്രശംസിക്കുന്നതായിട്ട് കാണുന്നു. സ്ഥിരതയും ആശ്വാസവും നൽകുന്ന ദൈവം നമുക്ക് പ്രത്യാശയും നൽകുന്നു എന്ന് നമ്മൾ മറന്നു പോകരുത്. സ്ഥിരതയും ആശ്വാസവും നൽകുന്ന ദൈവം നമ്മളെ പ്രത്യാശ നൽകുന്നു, സമാധാനം നൽകുന്നു, കരുണ നൽകുന്നു, പ്രത്യാശ നൽകുന്ന ഈ ദൈവം ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോഴേ നമ്മുടെ അശക്തരുടെ ബലഹീനതകളെ ചുമക്കുകയും അവരോടൊപ്പം കൂട്ടുകാരൻ്റെ നന്മയ്ക്കായിട്ട് ആത്മീയ വർധന വരുത്തുകയും ചെയ്യാനായിട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നു. ഇന്ന് സമയം ഇവിടെ അവസാനിച്ചുകൊണ്ട് നമ്മൾ ഈ 4-ാം വാക്യം വരെ നമ്മളൊന്ന് പറഞ്ഞ് നിർത്തി. തുടർന്ന് നമുക്ക് ചിന്തിക്കാം. ഇന്നത്തെ ചിന്തകളെ നമുക്ക് പ്രയോജനമായി തീർന്നു എന്ന് ചിന്തിക്കട്ടെ. തീർച്ചയായും ദൈവം നമ്മളെ അനുഗ്രഹിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, ഈ 15-ാം അധ്യായത്തിലേക്ക് ഞങ്ങൾ പ്രവേശിച്ച് പ്രാർത്ഥിക്കുമ്പോഴേ കർത്താവേ, ദൈവിക പരിജ്ഞാനം ഞങ്ങൾ കൂടുതലായിട്ട് നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഉപദേശത്തിനായിട്ട് തിരുവെഴുത്ത് തന്നിട്ടുണ്ടെങ്കിൽ ആ തിരുവെഴുത്തിലുള്ള സ്ഥിരതയും അതിനുള്ള ആശ്വാസവും അതിനുള്ള പ്രത്യാശയും ഈ ദിവസങ്ങൾ ഞങ്ങൾ വർദ്ധിച്ചു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, മറ്റുള്ളവർക്ക് വേണ്ടിയും കൂടി ജീവിപ്പാനായിട്ട്, കർത്താവെ, മറ്റുള്ളവരുടെ ആത്മീയ വർധനയ്ക്കായിട്ട് ജീവിപ്പാനായിട്ട്, ബലഹീനരായിട്ടുള്ളവരെ താങ്ങുവാനായിട്ട് ഞങ്ങളെ നീ ശക്തീകരിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യണമേ. ഞങ്ങളുടെ കൂട്ടായ്മയിൽ ഞങ്ങൾ പോകുന്ന സഭകളിലൊക്കെ ബലഹീനരായിട്ടുള്ളവരെ കൈപിടിച്ച് നടത്തി അവരെ ബലപ്പെടുത്തുവാനുള്ള വലിയ ഒരു ഉത്തരവാദിത്വം നീ ഞങ്ങളെ ഫലമേൽപ്പിച്ചിരിക്കുന്ന ഓർത്ത് സ്തോത്രം. ഇന്ന് ഇതിനോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നവർ, ആദ്യമായിട്ട് അല്ലെങ്കിൽ പുതുതായിട്ട് കർത്താവിനെ അറിഞ്ഞിട്ടുള്ള ആളുകളെ എന്നോട് ചേർന്നൊന്ന് പ്രാർത്ഥിക്കണമേ. നിങ്ങളുടെ ജീവിതത്തിൽ യേശുക്രിസ്തു എൻ്റെ പൂർണ്ണ ആളത്വത്തിൽ പ്രവർത്തിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ രീതിയിലും കർത്താവിലുള്ള പ്രത്യാശ ഈ ദിവസങ്ങൾ വർദ്ധിച്ചു വരട്ടെ. സാഹചര്യങ്ങൾ ഒരിക്കലും നമ്മുടെ വിശ്വാസത്തിൻ്റെ അളവുകോലല്ല. സാഹചര്യങ്ങൾ വരുമ്പോഴേ വിശ്വാസത്തിൽ നിന്ന് വിട്ടുപോകുന്ന ഒരു സാഹചര്യങ്ങളല്ല നമുക്കുള്ളത്. വിശ്വാസത്തിൽ ഉറയ്ക്കുകയും അതുകൊണ്ട് ആ വലിയ പഠനവും ആ വിശ്വാസത്തിൻ്റെ സ്ഥിരതയും നമ്മുടെ ജീവിതങ്ങളിൽ വരുവാനായി പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ധാരാളമായി നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് പ്രവഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ വലിയ അഭിഷേകം താലെ പ്രത്യാശ കൂടുതലായിട്ട് ഉളവാകുവാനായിട്ട് ദൈവം ഈ ദിവസങ്ങൾ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന പ്രിയപ്പെട്ടവരുടെ ശരീരങ്ങളിലെ ഉള്ള വ്യഥകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ചില ആളുകൾ കാലിലെ നീര് വന്ന് ഇരിക്കുന്നു. കാലിലെ നീരൊക്കെ മാറുവാനായിട്ട് ദൈവവരങ്ങളിലേക്ക് നിങ്ങളെ ഒന്ന് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുമോ? അത് കിഡ്നിയുടെ പ്രശ്നമാണോ എന്താണെന്ന് അറിയത്തില്ല. നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് അതിനകത്ത് റിസൾട്ടുകളൊന്നും കാണുന്നില്ല. തീർച്ചയായും അത് മാറാനായിട്ട് ദൈവവരങ്ങളിലേക്കൊന്ന് നിങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമോ? എന്തെങ്കിലുമൊക്കെ വ്യഥകളുണ്ടെങ്കിൽ നിങ്ങളുടെ വലം കൈയെ ആ അവയവത്തിലോട്ട് വെച്ച് നിങ്ങൾ ദൈവവരങ്ങളിലേക്ക് സമർപ്പിച്ചൊന്ന് പ്രാർത്ഥിക്കുമോ? പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിലെ ശരീരത്തിൻ്റെ എല്ലാ ബലഹീനതകളിൽ നിന്നും വിടുവിക്കുകയും ബലം കൊടുക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഏത് അവയവത്തിലാണോ കേട് അതൊക്കെ നീ മാറ്റിക്കളയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിനക്കൊന്നും അസാധ്യമായിട്ടില്ല. കർത്താവേ, നീ ആ വിശ്വാസം കണ്ടുകൊണ്ട് അതിന് ഉത്തരം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കരങ്ങളിലേക്ക് ഞങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കണമേ, വ്യഥകളിൽ നിന്നുള്ള വിടുതൽ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കുമാറാകണമേ. ആമേൻ. എന്നോട് ചേർന്ന് പ്രാർത്ഥിച്ചവരെ ദൈവം അനുഗ്രഹിക്കട്ടെ. തുടർന്നും ഇത് വാച്ച് ചെയ്യണം. ആദ്യമായിട്ട് കാണുന്നൊരു സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം. ആ പ്രെയർ റിക്വസ്റ്റുകളൊക്കെ വാട്സാപ്പ് നമ്പറിൽ അയച്ചു തന്നാൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. ഞങ്ങളൊരു പ്രെയർ ടീം ഇവിടെ ഉണ്ട് പ്രാർത്ഥിക്കാനായിട്ട്. ഞങ്ങൾ വ്യാഴാഴ്ച ദിവസങ്ങളിൽ പ്രത്യേകിച്ച് ഫാസ്റ്റിംഗ് ആൻഡ് പ്രെയറായിട്ട് ഈ പ്രെയറിൻ്റെ റിക്വസ്റ്റുകളെല്ലാം പ്രാർത്ഥിക്കുന്നുണ്ട്. നിങ്ങൾ അയച്ചു തരുന്ന പ്രെയർ റിക്വസ്റ്റുകൾ പ്രാർത്ഥിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മിനിസ്ട്രീസ് നോർത്ത് ഇന്ത്യയിലുള്ള ചെയ്യുന്ന അതിലെ പ്രാർത്ഥനാ വിഷയങ്ങളൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട്. തീർച്ചയായും നിങ്ങൾ ഇതിലൊക്കെ ഇൻവോൾവ് ചെയ്യുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഞങ്ങളെ ഓർത്തും പ്രാർത്ഥിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങളിലൊക്കെ ശുശ്രൂഷകൾ വർദ്ധിച്ചു വരുവാൻ
കർത്താവ് കൃപയൊരുക്കണം, അനേകം ആളുകൾ കർത്താവിൻ്റെ സ്നേഹത്തെ അറിയുവാനായിട്ട് കൃപയൊരുക്കണം. ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. വലിയൊരു ഉത്തരവാദിത്വം ദൈവം ഏൽപ്പിച്ചിരിക്കുകയാണ്. അത് ചെയ്തു തീർക്കുവാനായിട്ട് ദൈവം ഈ ദിവസങ്ങൾ കൃപയൊരുക്കണം. പ്രാർത്ഥിക്കണം. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കണം.